ഹായ്, എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയായിട്ട് ഞാൻ വന്നിരിക്കുക കേട്ടോ, പാർട്ട് 2 ആയിട്ട്. അപ്പോൾ വട്ടവടയിലേക്ക് കയറാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി അവിടെ കുറച്ച് പ്രൊസീജിയറൊക്കെ ഉണ്ട്. മറ്റേ ചെക്ക് പോസ്റ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണേ. അപ്പം ഞാൻ അറിഞ്ഞിടത്തോളം ഇങ്ങനെ അന്ന് തന്നെ തിരിച്ചു വരുന്നവർ വൈകുന്നേരം 6 മണിക്കുള്ളിൽ തിരിച്ചെത്തണം. അല്ല എന്നുള്ളവർക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ അവിടെ കൊടുത്തിട്ടൊക്കെ നമ്മളിങ്ങനെ പോകണം. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു സാധാരണ ഒരു വില്ലേജാണ് ഈ വട്ടവട എന്ന് പറയുന്നത്. സാധാരണ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ ജീവിക്കുന്ന ഒരു വില്ലേജാണ്. അവിടെ ഫാമിംഗ് ആണ് അവിടുത്തെ മെയിൻ ജോലി എന്ന് പറയണത്. പക്ഷെ ഭംഗി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഭയങ്കര ഭംഗിയാണ്. ഈ കാടിൻ്റെ നടുക്കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്താൽ. അപ്പുറം ഇപ്പുറയും നടുക്കൂടിയ റോഡ്, അപ്പുറം ഇപ്പുറയും ഭയങ്കര മരങ്ങളും കുന്നും, പിന്നെന്താ പറയുക, ഈ മലകളല്ല, അത്ര വലിയ മലകളൊന്നുമല്ല, ഈ മുട്ടക്കുന്നുകളെ പോലെയൊക്കെ പുൽമേടുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. ഇങ്ങനെ നോക്കിയിരിക്കാനായിട്ട് തോന്നും. ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ടിട്ട് നമുക്ക് പിന്നെയും കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അവിടെ പോയിട്ട് ഇങ്ങനെ കണ്ടിരിക്കാൻ തന്നെ ഭംഗിയാണ്. അപ്പം ഞാൻ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ പറ്റുന്ന എപ്പോഴും ഇങ്ങനെ പറയുമ്പോഴത്തേക്കും എനിക്ക് തന്നെ തോന്നുന്നുണ്ട് എന്തായി പറയണേന്ന്. പക്ഷേ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടെ നിന്ന് പോകണം. അത്ര നല്ലൊരു സ്ഥലമായതുകൊണ്ടാണ് ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണതേ. അവിടെ നമ്മൾ എത്ര കണ്ടാലും മതിയാവാത്തത്ര ഭംഗിയാണ്. എനിക്ക് എന്താ അതിനെപ്പറ്റി പറയണ്ടേന്ന് അറിയില്ല. അത്രക്ക് എങ്ങോട്ട് നോക്കിയാലും ഒരു ഇഷ്ടം നമുക്ക് തോന്നും കേട്ടോ. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പോകുന്നത് നമ്മൾ സ്റ്റേ പറഞ്ഞിരിക്കുന്ന റിസോർട്ടിലേക്കാണ് കേട്ടോ. ഇതൊരു ജംഗിൾ റിസോർട്ട് വട്ടവട, അങ്ങനെയാണ് അതിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ ഒരു ഫുൾ റിസോർട്ട് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വേണ്ടുന്ന റൂമുകൾ നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1300 സംതിങ് ആണ് ഒരു പേഴ്സൺ, ഒരാൾക്ക് വെച്ചിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ആ റിസോർട്ട്. ഭയങ്കര രസമായിരുന്നു. ഫുഡ് നമുക്ക് 2 നേരം ഫുഡൊക്കെ അവർ തരും. ഇപ്പോൾ ഈ രാത്രി ചെല്ലുമ്പോഴത്തേക്കും ഒരു കാപ്പി ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും സ്നാക്സൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരത്തെ ഫുഡ്, രാത്രിയിലത്തെ ഫുഡ് ഉണ്ടാവും. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും. അത് കഴിഞ്ഞ് രാവിലെ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നിട്ടാണ് ഈ സ്ഥലം. ഭയങ്കര രസമായിരുന്നു കേട്ടോ. അവിടെയും തണുപ്പ് തന്നെയാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ മുകളിലായിട്ട് ഇതുപോലെ ഒരു കോട്ടേജ്, ഇതുപോലെ ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടോ. താമസിക്കുന്നത് തന്നെയാണ്. പക്ഷെ അപ്പം ഞാൻ ഓർക്കും, ഈ തണുപ്പത്ത് ഇത്രയും താഴത്ത് നിന്നിട്ട് സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ ഇത്രയും മുകളിൽ അവിടെ താമസിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ രാത്രിയൊക്കെ ഇരുന്ന് ആലോചിച്ചായിരുന്നേ. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ഇത് കണ്ടോ, ഇങ്ങനെ ഓരോ ഹെറിറ്റേജ് ഹോംസ് അങ്ങനെ ഉണ്ടാവും. നല്ല രസമായിരുന്നു കേട്ടോ. കാണാൻ തന്നെ ഒരു ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ ബാഗേജൊക്കെ എടുത്തിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോവാണേ. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ഫ്രെയിം കോട്ടേജുകളില്ലേ, അത് 3 കേട്ടോ. അപ്പോൾ 3 ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ 3 ഫാമിലീസിനും 3 കോട്ടേജ് വെച്ചിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അതാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഏറ്റവും താഴത്തുള്ളത് ഞങ്ങൾക്ക്, ഞാനും ഏട്ടനും കൺമണിയും കണ്ണനും കൂടി അത്, പിന്നെ ഇപ്പുറത്ത് രശ്മി ചേച്ചി ഫാമിലി അവർക്ക് ഒരെണ്ണം, പിന്നെ ഷൈജോണ്ണും ഫാമിലി, അങ്ങനെ 3 കോട്ടേജുകളാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിച്ച കോട്ടേജ്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ബഡ്ജറ്റ് സ്റ്റേക്ക് പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ താഴത്ത് ഒരു ബെഡ് സ്പേസ് ഉണ്ട്, മുകളിൽ അപ്സ്റ്റെയറിലും ഒരു ബെഡ് സ്പേസ് ഉണ്ട്, പിന്നെ ഒരു ബാത്റൂം, പിന്നെ ഒരു ചെറിയൊരു വാഷ് ഏരിയ. ഇത്രയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. കുഴപ്പമില്ലായിരുന്നു. നമുക്ക് അത്യാവശ്യം ഒരു ദിവസവും 2 ദിവസമൊക്കെ താമസിക്കാനായിട്ടൊക്കെ ഇങ്ങനെ ഇത് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നെ ബാത്റൂമൊക്കെ നീറ്റായിരുന്നു, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ പുറത്തായിട്ട് നമുക്ക് ക്യാമ്പ് ഫയറും, പിന്നെ ഈ അടുത്ത് തന്നെ കുറേ കാണാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ റൂമിൻ്റെ അകത്ത് തന്നെ ഇരിക്കണം. നമ്മൾ കിടക്കാൻ നേരത്ത് മാത്രമാണ് റൂമിലേക്ക് വരുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ പുറത്ത് എന്തെങ്കിലുമൊക്കെ എല്ലാവരും കൂടിയിട്ടായിരിക്കുമല്ലോ. പിന്നെ ഇപ്പോൾ മുകളിലേക്ക് പോയിട്ട് മുകളിലെ സ്ഥലം കാണിച്ചു തരാം കേട്ടോ ഞാൻ. ഇങ്ങനെയാണ് മുകളിൽ. അപ്പം മുകളിൽ അധികം പേരുണ്ടെങ്കിൽ നമുക്ക് മുകളിലുമൊക്കെ അവർക്ക് കിടക്കാനും ഒക്കെ സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ബാത്റൂം. കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം നീറ്റൊക്കെ ആയിരുന്നു. വെള്ളം, ചൂടുവെള്ളവും തണുത്ത വെള്ളവും ഒക്കെ, സാധാരണ വെള്ളവും ചൂടുവെള്ളവും ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഈ ഫുള്ള് റിസോർട്ടിൻ്റെ ഒരു വ്യൂവേ. ഇപ്പുറത്തും കുറച്ച് കോട്ടേജുകളൊക്കെ ഉണ്ട്. അതൊക്കെ 1-2 കോട്ടേജിലൊക്കെ ആളുകളുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് പേര് വന്നു, പിന്നെ ഞങ്ങൾ വന്നതിന് മുമ്പുമൊക്കെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഇവിടെയാണ് ഫുഡ് കഴിക്കാനൊക്കെ നമ്മൾ ഇരിക്കുന്ന സ്പേസാണ് അപ്പുറത്ത് കണ്ടത്. പിന്നെ ഇതാ ഇങ്ങനെ ഒരു ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോകുന്ന പോലെ നമുക്ക് അങ്ങോട്ട് നടന്നു പോകാം. നല്ല രസമായിരുന്നു. ഇവിടെയും നല്ലൊരു പച്ചപ്പും ഭയങ്കര ചുറ്റുമൊക്കെ നല്ല ഒരു കാടിൻ്റെ അകത്തുള്ള താമസം പോലെ ഉണ്ടായിരുന്നു. ഈ പേര് പോലെ തന്നെ ജംഗിൾ റിസോർട്ട് എന്ന് പറയുന്ന പോലെ തന്നെ കാടിൻ്റെ അകത്ത് തന്നെയായിരുന്നു ഇത് ഫുള്ള്. അപ്പോൾ നമുക്ക് ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ഇങ്ങനെ തണുത്ത കാറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുമൊക്കെ നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഒരു ചെറിയ മുകളിലായിട്ട് എന്താ ഇനി പറയാം, ഇങ്ങനെ നമുക്കിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ടുള്ളൊരു സ്പേസ് ആട്ടോ. പിന്നെ എല്ലാവർക്കും കൂടി വന്നിരിക്കാനും അതിൻ്റെ താഴത്ത് കൂടിയ ഒരു ചെറിയൊരു ഒരു വാട്ടർഫോൾ ഉണ്ടേ, ഒരു അരുവിയും അങ്ങനെ എന്താ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം, ചെറിയതായിട്ട്, അത്ര വലുതല്ല എന്നാലും നല്ല ഭംഗിയാണ് അത് കാണാനും. അപ്പം അങ്ങോട്ടുള്ള വഴിയാട്ടോ ഇത്, അടുത്ത് തന്നെയാണ്. അപ്പം ഇങ്ങനെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ നമുക്കിങ്ങനെ കേൾക്കാം. റൂമിലിരുന്നാലും നല്ല സൗണ്ടിലാണ് വരാം. പക്ഷെ നല്ല തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പായിരുന്നു. ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഐസ് വെക്കൂലേ, അതിലും തണുപ്പെന്ന് എനിക്ക് തോന്നാം. നമുക്ക് കാല് നനച്ച്, പക്ഷെ ഞാനൊന്ന് ഇറങ്ങി കാലൊക്കെ നനച്ചേ. അത്ര തണുപ്പാണെങ്കിലും ഞാനൊന്ന് ഇവിടെ വരെ വന്നതല്ലേ, ഇതിൻ്റെ ഒരു ഫീലിങ്ങും അറിയണമല്ലോ എന്ന് വെച്ചിട്ട് പക്ഷേ കാല് നനച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേയൊക്കെ തണുപ്പ് മാറിയതുപോലെ എനിക്ക് ഫീൽ ചെയ്ത്. അത്രക്ക് നല്ല തണുപ്പ് ഉണ്ടായിരുന്നു വെള്ളത്തിനെങ്കിലും ചുറ്റുമുള്ളൊരു തണുപ്പ് ഇത്തിരി കുറഞ്ഞതായിട്ട് എനിക്ക് കാല് നനച്ച് കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്തായിരുന്നു. അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല, ഇനി എൻ്റെ തോന്നലാണോ എന്നും അറിയില്ല. അപ്പോൾ ഇതാ താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഇത്. മുകളിൽ വന്ന് എല്ലാവരും ഒക്കെ ഇരുന്നിട്ട് സംസാരിക്കുകയും കളിക്കുകയും അങ്ങനെയൊക്കെ കുറേ ആക്ടിവിറ്റീസൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഈ റിസോർട്ടിൻ്റെ ഒരു ഫുൾ വ്യൂ എന്ന് പറയണത്. ഭയങ്കര രസമായിരുന്നു. ഈ റിസോർട്ടിൽ തന്നെ നമുക്ക് കാണാനും നടക്കാനും ഒക്കെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം അവർ ചെന്നപ്പോൾ ഒരു കാപ്പിയൊക്കെ തന്നായിരുന്നു കേട്ടോ. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ നമ്മൾ ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ഫ്രഷായൊക്കെ വന്ന് അപ്പോൾ തന്നെ സന്ധ്യ ആയപ്പോഴത്തേക്കും പിന്നെ ലൈറ്റ്സൊക്കെ ആയി. ഫുള്ള് ലൈറ്റൊക്കെ വന്നിട്ടുള്ളൊരു വ്യൂ ആണ് ഇനി ഞാൻ കാണിക്കുന്നത്. റിസോർട്ടിൽ ചുറ്റും ഇങ്ങനെ ഒരു ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. അതും നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ കൺമണിക്ക് തണുപ്പേ ഉണ്ടായില്ല. എല്ലാവരും പറയുന്നുണ്ട്, ഇന്നെന്താ ഈ കൊച്ചിന് തണുപ്പില്ലേ, ഈ കൊച്ചിന് തണുപ്പ് അറിയണില്ലേ എന്ന് ഞാൻ തന്നെ പറയണേ. അത്രയ്ക്ക് അവൾ വെറുതെ ഇങ്ങനെ ഓടി നടക്കണേ. നമ്മളൊക്കെ തണുത്ത് വിറച്ചിട്ട് എല്ലാവരും എന്താ കണ്ട ചുരുണ്ട് കൂടിയൊക്കെ ഇരിക്കണേ. ഇനി മേലെ വരത്തില്ല എന്നൊക്കെ അവിടെ നിന്ന് എല്ലാവരും പറയുന്നുണ്ട്. അത്രയ്ക്ക് തണുപ്പെന്ന് വെച്ചാൽ അത്രയ്ക്ക് നമ്മൾ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി തണുപ്പെന്ന എന്താ പറയുക, നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് തണുത്ത് വിറച്ച് പോകും. അപ്പോൾ ഇവരൊക്കെ അടുത്ത ട്രിപ്പ് കുളു മണാലിയൊക്കെ പോകാനായിട്ട് പ്ലാൻ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഇവരൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്, ഇനി ഞങ്ങളില്ല കുളു മണാലിയിലേക്ക് ഞങ്ങൾ പോണേ ഇല്ല, ഇതോടെ മതിയായി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് അതൊക്കെ ഡിസ്കസ് ചെയ്യുക. വേറെ എവിടെയെങ്കിലും നമുക്ക് നോക്കാം. അത്രയ്ക്ക് നമുക്ക് പക്ഷേ നല്ല സന്തോഷവും ഇതൊക്കെയാണ് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ആലോചിക്കുമ്പോൾ ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസുമാണ്. പക്ഷേ ആ ഒരു സമയം ഇങ്ങനെ തണുത്തിട്ടേ നമുക്കതൊന്ന് കഴിച്ചു കൂട്ടാനായിട്ട് പാടുപെടുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. പക്ഷെ ഈ കൂട്ടത്തിൽ ഒരാൾക്ക് മാത്രമാണ് ആ ഒരു ഫീലിങ്സ് കാണാത്തത്. അത് കൺമണിക്കാണേ. ബാക്കി എല്ലാവരും ഞങ്ങൾ ക്യാമ്പ് ഫയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവരോട് എന്തെങ്കിലും ഒരു വിറകിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ കത്തിച്ച് ചൂട് പിടിച്ചോളാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും വന്നിരിക്കണേ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവിടെ നിന്നൊരു ചേച്ചി, അവിടെ ജോലിക്ക് നിൽക്കുന്ന ഒരു ചേച്ചിയാണെന്ന് തോന്നുന്നു, അവർ വന്നിട്ട് ഇതൊക്കെ വിറകൊക്കെ കൂട്ടി കത്തിച്ചൊക്കെ അങ്ങനെ ചൂടൊക്കെ വന്നപ്പോൾ എല്ലാവരും ഓക്കെ ആയി, നല്ല രസമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി പാട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസ് ചെയ്യാനും ഒക്കെയുള്ള സമയം അവരിങ്ങനെ തരും കേട്ടോ നമുക്ക്. ഇനി നമുക്ക് വേണ്ടി അവരങ്ങോട്ട് മാറിത്തരും. പിന്നെ നമുക്ക് അവിടെ നിന്ന് എന്താ നമ്മുടെ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് പാട്ടിട്ട് ഡാൻസ് കളിക്കാനോ ഒക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനും കണ്ണിനെ പിടിച്ച് ഞാൻ ഇരുത്തിയിരിക്കാം. നമുക്ക് അങ്ങനെ ഇരിക്കണമെന്നൊന്നുമില്ല, ഓട്ടം തന്നെ ഓട്ടമായിരുന്നു. പിന്നെ ഞാൻ പിടിച്ചിരുത്തി കുറച്ച് നേരം ഒന്ന് ചൂടുവെള്ളം, കൈയൊക്കെ ഇങ്ങനെ തണുത്ത ഐസ് പോലെ, ഐസല്ല അതിലും ഹെവി ആയിട്ട് എന്താ പറയുക എനിക്കതറിയില്ല, അത്രയും തണുത്തിരിക്കണേ ഉള്ളു കൈയൊക്കെ. പിന്നെ ഞാൻ സോക്സും ഷൂ ഒക്കെ ഇടിച്ച് ഒരു ജാക്കറ്റൊക്കെ ഇടിച്ചൊക്കെ ഇങ്ങനെ നടത്തിയിരിക്കണുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതാ അവിടെ നിൽക്കുന്ന ചേച്ചി ഇതുപോലെ തന്നെ അവിടെ വന്ന ഒരു ചേച്ചിയാണേ. അവർ വന്ന് ഞങ്ങളോട് സംസാരിക്കണേക്കാണ്. പിന്നെ ഇവരും കൊച്ചിയിൽ നിന്ന് വന്നതാണെന്നാണ് പറഞ്ഞതെന്ന് എനിക്കൊരു തോന്നൽ. അവരിങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ജോലിക്കൊക്കെ എല്ലാവരും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. കൺമണിനായിട്ട് കളിയായിരുന്നു എല്ലാവരും. അവളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എല്ലാവരും കൊഞ്ചിക്കണേയും, കുഞ്ഞു കുട്ടിയല്ലേ, അപ്പോൾ എല്ലാവർക്കും ഭയങ്കര അവളുടെ ഓട്ടോ നടപ്പൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് ഓരോരുത്തരും വന്ന് ഇങ്ങനെ അവളോട് ഓരോന്നൊക്കെ കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മറ്റേ അപ്പുറത്തെ ഞങ്ങളുടെ അടുത്ത കോട്ടേജിലുള്ള ആൾക്കാരുടെ ആ ഒരു മോള് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അവരും വന്ന് ഇവരുടെ കൂടെ കളിയൊക്കെ ആയി ഭയങ്കര രസമായിരുന്നു അതൊക്കെ. പിന്നെ കണ്ണനും കൺമണിയും കൂടി
അതിൻ്റെ കണ്ണെന്താ ജാക്കറ്റ് എല്ലാം ഊരിയിട്ടിരിക്കുക. അവനൊരു തണുപ്പില്ലെന്നാണ് പറയണത്. പിന്നെ ഈ ചൂടൊക്കെ പിടിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും എല്ലാവരുടെയും തണുപ്പൊക്കെ ഇങ്ങോട്ട് പതുക്കെ പതുക്കെ കുറഞ്ഞ് പിന്നെ നല്ല കളിയും രസങ്ങളൊക്കെ ആയിട്ടോ, നല്ല ചിരിയൊക്കെ ആയി എല്ലാവരും. ഇനി കുറച്ച് നേരം ഇത് കഴിയുമ്പോഴത്തേക്ക് ഫുഡിൻ്റെ ടൈം ആവും. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് കിടക്കണം. കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ 9 മണിക്ക് ട്രക്കിങ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജീപ്പൊക്കെ വരും, ആ സമയത്തേക്ക് റെഡി ആവണം. അങ്ങനെയാണ് അടുത്ത ദിവസത്തെ പ്ലാനിങ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാവരും പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുകയാണേ. ആ സമയത്തേക്ക് ഇതാ നമുക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നെയ്ച്ചോറുണ്ട്, ചിക്കൻ കറി ഉണ്ട്, പൊറോട്ടയുണ്ട്. അപ്പോൾ ഞാൻ പൊറോട്ടയാണ് കഴിച്ചത്. എനിക്ക് പിന്നെ നെയ്ച്ചോറൊക്കെ ഹെവി ആയിട്ട് കഴിക്കാനൊന്നും തോന്നിയില്ല. യാത്രയുടെയൊക്കെ ക്ഷീണം കൊണ്ടിട്ട് ഞാനൊരു പൊറോട്ടയും ചിക്കൻ കറിയും കൂടി കഴിച്ചിട്ട് വേഗം തന്നെ ഞങ്ങളെല്ലാവരും കിടന്നു. ഇനിയിപ്പോൾ ഇതാ രാവിലെ ആയ ഒരു സീനാട്ടോ ഇത്. രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ കാപ്പിയൊക്കെ ഉണ്ടായിരുന്നേ. നല്ല ചൂട് കാപ്പിയൊക്കെ ആ തണുത്ത് ഇങ്ങനെ വിറച്ച് നമ്മൾ വരുമ്പോൾ കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ പോയി മറ്റേ ഇതില്ലേ വെള്ളച്ചാട്ടം, അതിൻ്റെ അവിടെ പോയി ഇരുന്നിട്ട് ഞങ്ങൾ കാപ്പിയൊക്കെ കുടിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് ഞാൻ ചുറ്റും നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളാട്ടോ ഇത്. നല്ല മഞ്ഞൊക്കെ വീണിട്ട് ഇങ്ങനെ വെള്ള തുള്ളികൾ പോലെ എല്ലായിടത്തും ഇങ്ങനെ ചെടികളിലും അവിടെയുള്ള സാധനങ്ങളിലും ഒക്കെ ഇങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ ഉണ്ട്. അത്രയ്ക്ക് മഞ്ഞായിരുന്നെന്ന് തോന്നുന്നു. രാത്രിയൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് ഫാനോ ആ കോട്ടേജിൻ്റെ അകത്ത് ഫാനോ ഒന്നും വേണ്ട, വെറുതെ ഇരുന്നാലും നമുക്ക് ഒരു ഇങ്ങനെ കുത്തി കൊള്ളണ പോലെ തണുപ്പാ. പറഞ്ഞ ഇങ്ങനെ ഇപ്പം എനിക്ക് അതിൻ്റെ ഫീലിങ്സ് എത്രത്തോളം കൂടുതലായിരുന്നെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവില്ല. പക്ഷെ അപ്പോൾ അനുഭവിച്ച ഇത്തിരി കൂടുതലായിരുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പറയുമ്പോഴത്തേക്കും കേൾക്കുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്നാലും നല്ലതായിരുന്നു. ഒന്നോർത്താൽ എപ്പോഴും നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തൊരു കാര്യമല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണല്ലോ, നമുക്ക് പോകുമ്പോഴാണല്ലോ നമുക്ക് അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാം. അതും നല്ലതല്ലേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് എല്ലാവരും കൂടിയൊക്കെ, ഷൈജോനും ഏട്ടനും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് കാപ്പിയൊക്കെ കുടിച്ചിട്ട് അധികം നേരം ഇരുന്നില്ല. വേഗം തന്നെ റെഡിയാവും. അവിടെ നമ്മുടെ ജീപ്പൊക്കെ വരാൻ സമയമായി, ട്രക്കിങ്ങിന് പോകാനായിട്ടുള്ള സമയമായി എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ രാവിലെ ഞങ്ങൾ റെഡിയൊക്കെ ആയി. ഇനി വന്നിട്ട് ഫുഡ് കഴിക്കാണ് കേട്ടോ. ഇഡലിയും സാമ്പാറും ആയിരുന്നു, പിന്നെ ഉഴുന്നുവട ഉണ്ടായിരുന്നു. അപ്പം ഞാനും കൺമണി ഉഴുന്നുവടയാട്ടോ കഴിച്ചത്. ഞങ്ങൾക്ക് ഇഡലിയോട് വലിയ താല്പര്യമില്ല, അവൾക്കൊന്നിനോടും താല്പര്യമില്ല. ഭക്ഷണം എന്ന് പറയണതേ താല്പര്യമില്ലാത്ത കാര്യമാണ്. പിന്നെ ഞങ്ങൾ വേഗം ഉഴുന്നുവടയൊക്കെ കഴിച്ച് റെഡിയായി ഇറങ്ങുകയാണേ. അപ്പോൾ അതിൻ്റെ ഡ്രൈവർമാർ വന്നിട്ടുണ്ട്, നമ്മളെ കൊണ്ടുപോകാനുള്ള വണ്ടിയുടെ ഡ്രൈവർമാർ വന്ന് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേഗം വേഗം ആവട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. നല്ല രസമായിരുന്നു. ഇതും നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ ഈ ട്രക്കിങ്ങിന് പോക്ക്. ഇത് നമ്മളെല്ലാവരും ഇങ്ങനെ ഇതുപോലെ വണ്ടികൾ എടുത്തിട്ടാണ് ഇനിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത്. ആദ്യം നമ്മൾ പോകുന്ന ഒരു വെജിറ്റബിൾ ഫാമിലേക്കാണ്, പിന്നെ സ്ട്രോബെറി ഫാം ഉണ്ടെങ്കിൽ അവിടെ പോവും. ഇപ്പം ഞങ്ങൾ പോകുന്ന സമയത്ത് സ്ട്രോബെറിയൊക്കെ ആയിട്ടില്ല, അതിൻ്റെ സമയമായി വരുന്നേ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ നട്ട് കുറച്ചായി വരുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഇങ്ങനെ വീഡിയോസിൽ കാണുന്ന പോലെ മൊത്തം സ്ട്രോബെറി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഇതൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ സ്ട്രോബെറി ഫാമിലൊന്നും പോയിട്ടില്ല. ഈ വെജിറ്റബിൾ ഫാമിൻ്റെ കൂടെയുള്ള കുറച്ച് ഒരു ചെറിയ രീതിയിലുള്ള അങ്ങനെ സ്ട്രോബെറീസ് മാത്രമേ കണ്ടുള്ളൂ കേട്ടോ. അതിനുവേണ്ടി പ്രത്യേകം ഫാമുകളുണ്ട്. പക്ഷെ അവിടെ ഈ വിളവെടുപ്പും ആ സമയമൊക്കെ ആകാത്തത് കൊണ്ടിട്ട് അങ്ങോട്ട് അധികം ആരും പോകില്ല. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഫസ്റ്റ് ഇപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഞാൻ പറഞ്ഞില്ലേ വെജിറ്റബിൾ ഫാമിലേക്കാട്ടോ. അവിടെ നമുക്ക് വെജിറ്റബിൾസ് വാങ്ങാനും പറ്റും. അവിടെ പിന്നെ വൈനുണ്ട്, ജാമുണ്ട്, സ്ട്രോബെറിയുടെ തന്നെ. അങ്ങനെ നമുക്ക് അതൊക്കെ ആവശ്യമുള്ളവർക്ക് അതൊക്കെ വാങ്ങാം. അതുമൊക്കെ നല്ല ഒരുവിധം റേറ്റ് കുറവാണെന്ന് തോന്നണം. കുഴപ്പമില്ല, ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ ചെന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ജീപ്പൊക്കെ പോകുന്നത് ഭയങ്കര ഓഫ് റോഡാണ്. ഭയങ്കര കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞ റോഡ്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. കൺമണി എൻ്റെ കയ്യിലിരുന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഫ്രണ്ടിലേക്ക് ഏട്ടൻ്റെ കയ്യിലേക്കാക്കി. ഫ്രണ്ടിലിരുന്നാലും പ്രശ്നമാണ്, പുറകിലിരുന്നാലും ഇങ്ങനെ നമ്മൾ ഈ വണ്ടി ഇങ്ങനെ ചാടിയൊക്കെയാണ് പോവുക. അപ്പോൾ ചെന്ന് തലയൊക്കെ ഇടിച്ച് കൊള്ളുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷെ ഞാനിങ്ങനെ രണ്ട് വെച്ച് മുറുക്കി പിടിച്ചിട്ടായിരിക്കണം അവളെ. എൻ്റെ അപ്പുറമൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇരിക്കണ കൊണ്ടിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെയൊക്കെ ഇരുന്ന് അങ്ങനെ എത്തിയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഫാമിലേക്ക് കയറി. നല്ല രസം, അവിടെയും കാണാനൊക്കെ നല്ല ഭംഗി. ഇങ്ങനെ കുറേ ചെടികളും പുതിയ പുതിയ തരം പൂക്കളും, റോസ് പൂവൊക്കെ കാണണം. നല്ല വലിയ റോസ് പൂവൊക്കെയാണ്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കാണാനേ പറ്റൂല. പക്ഷെ നമ്മൾ അവിടുന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചാലും അങ്ങനെ പിടിക്കുകയോ ഇല്ല എന്നാണ് എല്ലാവരും പറയണം. ഇവരൊക്കെ ഇതിനു മുമ്പ് പോയവരൊക്കെ കൊണ്ടുവന്ന് ഇതേപോലെ വീടുകളിൽ കൊണ്ടുവന്ന് നട്ടിട്ട് അതൊന്നും ശരിയായില്ല എന്ന് പറയുന്നുണ്ട്. പൂക്കളൊന്നും വരാറില്ല, ഇതുപോലെയൊന്നും ആവാത്തില്ലെന്നാണ് പറയണത്. കണ്ടോ സൂര്യകാന്തി പൂവൊക്കെ നല്ല വലിയ പൂ പോലെ എന്ത് ഭംഗിയാണെന്നോ കാണാനായിട്ട്. നല്ല നമ്മുടെ മുഖത്തിൻ്റെ അത്ര ഉണ്ട് എന്ന് എനിക്ക് തോന്നണം ഒരു പൂവൊക്കെ. പിന്നെ അവിടെ ക്യാബേജ് ഉണ്ട്,
സ്ട്രോബെറി ഉണ്ട്, ബീൻസൊക്കെ ഇല്ലേ, ഈ നമ്മൾ ഗ്രീൻ പീസ് അതൊക്കെ ഉണ്ട്. പിന്നെ എന്തൊക്കെയാണ്, ക്യാബേജൊക്കെ ഇവരൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ കുറേ. പിന്നെ മെയിനായിട്ട് ക്യാരറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ലൈവായിട്ട് വാങ്ങാൻ തോന്നണം. ഇവിടെ അങ്ങനെ ആരും വാങ്ങി കണ്ടില്ല. എനിക്ക് തോന്നണ ഈ നട്ടൊക്കെ തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളായിരിക്കും. അധികം വലുതൊക്കെ ആയാലേ നമുക്ക് പറിച്ചൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ. പിന്നെ അതാ ക്യാബേജൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര വലുതാണ്. ഇത് നമുക്ക് ഈ കീടനാശിനികളൊന്നും അടിക്കാത്ത നല്ല ഫ്രഷ് ആണെന്ന് അവർ പറഞ്ഞ. അപ്പോൾ 3 എണ്ണം 100 രൂപയൊക്കെ വെച്ചിട്ടാട്ടോ എല്ലാവരും വാങ്ങണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ സൂര്യകാന്തിയൊക്കെ ഭയങ്കര വലുതാ. ഞാൻ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയും. ഇനി ഇതാ സ്ട്രോബെറിയുടെ ഫാം ആട്ടോ. ഇവിടെ നമ്മൾ സ്ട്രോബെറി പറിക്കാനേ പാടില്ല. ഇതാ കണ്ണനൊക്കെ പറിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് നോക്കാനായിട്ട് അവിടെ 2 പയ്യന്മാർ നിൽക്കുന്നുണ്ടേ. അപ്പോൾ അവർ പറയും പറിക്കരുത് എന്ന് പറയും. പക്ഷെ ഇതെനിക്കറിയില്ല, ഞാനിങ്ങനെ പുറകെ ചെന്നതല്ലേ. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ സ്ട്രോബെറിയൊക്കെ നേരത്തെ ഇതിനു മുമ്പ് ഞങ്ങൾ മൂന്നാർ പോയപ്പോൾ നമുക്ക് അവിടെ നിന്ന് പറിച്ചൊക്കെ എടുക്കാമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയാണ് എന്ന് ഓർത്തിട്ട് ഒരു നല്ല പഴുത്തൊരു സ്ട്രോബെറി അവിടെ കണ്ട് ഞാനത് വെറുതെ ഇങ്ങോട്ട് പറിച്ചെടുത്തതാ. അപ്പോൾ അവിടെ നിന്നൊരു ചെറിയ പയ്യനാ, കണ്ണൻ്റെ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറിക്കരുത് എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് എൻ്റെ നേരെ ഒറ്റച്ചാട്ടം. അപ്പം ഞാൻ സോറി എടാ, അറിയാണ്ട് പറിച്ചു പോയതാന്നൊക്കെ പറഞ്ഞാൽ അപ്പം പിന്നെ ഒന്നും പറഞ്ഞില്ല. അന്ന് കഴിഞ്ഞിട്ട് ഇതാ അപ്പം പിന്നെ ഞങ്ങളെല്ലാവരും അത് കഴിച്ച് നോക്കിയിട്ട് ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഇവിടെ നിന്നൊന്നും വാങ്ങുന്ന ആ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ, നല്ല വേറൊരു ടേസ്റ്റാണ്. ഇവിടെ നിന്നൊക്കെ നമ്മളിങ്ങനെ പാക്കറ്റിൽ വാങ്ങൂലേ, പക്ഷെ അത് കഴിക്കുന്ന ഫീലല്ല ഇത് കഴിക്കുമ്പോഴത്തേക്കും. അതിനേക്കാളും ഒക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങളെല്ലാവരും പറയുകയും ചെയ്തു. ഇനി വന്നിട്ട് ഇതാ ഇവിടുന്ന് ജാമും വൈനും ഒക്കെ ഇവർ കൊടുക്കുന്നുണ്ടേ, ഈ സ്ട്രോബെറിയുടെ തന്നെ. നമുക്ക് ഇഷ്ടപ്പെട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി കേട്ടോ. അതിനാണ് ഇവരിങ്ങനെ ഗ്ലാസ്സിൽ തരുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷെ എനിക്കൊരു കള്ളിൻ്റെയൊക്കെ ടേസ്റ്റാണ് തോന്നിയത്. അപ്പോൾ കള്ള് കുടിച്ചിട്ടാണോ അങ്ങനെ ടേസ്റ്റ് അറിയണേന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെ കള്ളിൻ്റെയൊക്കെ മണമൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ആണല്ലോ. അത് വെച്ചിട്ട് എനിക്ക് തോന്നിയ ഒരു കള്ളിൻ്റെ ടേസ്റ്റ് പോലെ. അപ്പോൾ എല്ലാവർക്കും പക്ഷെ ഇഷ്ടമായിട്ടാ, കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അതൊരു കുപ്പി വാങ്ങി. പിന്നെ ഒരു കുപ്പി ജാമും ഷൈജോനാട്ടോ വാങ്ങിയത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. കണ്ട എല്ലാവരും അത് കഴിക്കുമ്പോഴുള്ളൊരു എക്സ്പ്രഷൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാം. പിന്നെ ജാമും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു ജാം. അതും വാങ്ങിയിട്ട് സ്ട്രോബെറിയുടെ തന്നെയാണ്. അത് ഇങ്ങനെ തന്നിട്ട് നമ്മൾ കഴിച്ച് നോക്കി ഇഷ്ടപ്പെട്ടാൽ വാങ്ങിയാൽ മതി എന്ന് പറയും കേട്ടോ. അപ്പോൾ അതും വാങ്ങി, നല്ലതായിരുന്നു കേട്ടോ. അത് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്നൊക്കെ പറഞ്ഞ് വന്ന് നിന്നതാണ്. പക്ഷെ അത് വീഡിയോ ആണ് എടുക്കണമെന്ന് പിന്നെ എനിക്ക് മനസ്സിലായത്. അങ്ങനെ സൂര്യകാന്തി അത് നമ്മുടെ ഒരു കയ്യിൽ പിടിക്കണമെങ്കിലും വലുതാ, അത്രക്ക് വലുതാ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അടുത്ത് കാണുന്നത്. നമ്മൾ ഇതിനു മുമ്പൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര അടുത്ത് ഞാൻ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. നമ്മുടെ നമ്മൾ ഈ ട്രക്കിങ്ങിന് വരുമ്പോഴത്തേക്ക് അവർ കുറച്ച് സ്ഥലങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാകും. അതിലൊന്നാണ് ഈ വെജിറ്റബിൾ ഫാം. അത് കഴിഞ്ഞ് ഇനി പോകുന്നത് ഈ നായാട്ട് സിനിമ ഇല്ലേ, കുഞ്ചാക്കോൻ്റെ, ആ സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത സ്ഥലം കേട്ടോ. അതാ കാണുന്ന ഈ മൊത്തം ആ സ്ഥലമാണ്. അപ്പോൾ അതൊരു ഇവിടുത്തെ ഒരു സ്പോട്ടാണ് കേട്ടോ, ഈ ടൂറിസ്റ്റ് സ്പോട്ടാണ്. അവിടെയും വന്ന് എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുക്കലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതും കണ്ടിട്ട് ഇനി നെക്സ്റ്റ് പിന്നെ അടുത്ത പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഊട്ടിയിലൊക്കെ പൂവൊക്കെ ഇല്ലേ, അതൊക്കെ ഉള്ളൊരു കുന്നിൻ ചെരുവാണ് തോന്നുന്നത് കേട്ടോ. അങ്ങോട്ടേക്ക് കൊണ്ടുപോയി നമുക്ക് അത് പറിക്കാനായിട്ട് അവർ നമ്മളെ കൊണ്ടുപോകും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇനി അടുത്ത പോകുന്നത്. പിന്നെ ഇവിടുന്ന് നമുക്ക് ഈ ഫ്രാഷൻ ഫ്രൂട്ടൊക്കെ വാങ്ങാൻ പറ്റും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു പുളിയുള്ള ഫ്രാഷൻ ഫ്രൂട്ടല്ല, നല്ല മധുരമുള്ള നല്ല ടേസ്റ്റ് ആട്ടോ ആ ഫ്രാഷൻ ഫ്രൂട്ട്. ഇത് നമ്മുടെ നാട്ടിൽ മഞ്ഞ ഓറഞ്ച് ആ കളറൊക്കെ അല്ലേ, ഇതൊരു ഉള്ളിൽ വെളുത്ത കളറാണ്, വെള്ള കളറിലിരിക്കും. ടേസ്റ്റുമാണ്, ഭയങ്കര മധുരമാണ്. അതുമൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങളിതാ ഈ ഊട്ടിപ്പൂ പറിക്കാനായിട്ട് പോവാണേ. അപ്പോൾ അതവിടെ നമുക്ക് ഇഷ്ടമുള്ള എത്രയും പറിച്ചെടുക്കാം, എത്ര വേണമെങ്കിലും പറിച്ചെടുക്കാം, നമുക്ക് സ്വന്തമായിട്ട് തന്നെ പറിച്ചെടുക്കാം. അതിന് പൈസയും കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ഥലം ഇങ്ങനെ കുറേ ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലം കേട്ടോ. അപ്പോൾ ഏട്ടന് വടിയായിട്ട് ഏട്ടൻ വന്നൊന്നുമില്ല. ഏട്ടൻ അവിടെ തന്നെ നിന്നിട്ട് ഞങ്ങൾ പോയി കൺമണീനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഏട്ടന് പിന്നെ അവിടെ തന്നെ നിന്നു. ഞങ്ങളിതാ പോവാണേ. പക്ഷെ നല്ല സ്ഥലമായിരുന്നു. അതും ഭയങ്കര ഒരു ഇഷ്ടമായി. ഇങ്ങനെ താഴത്തേക്കൊക്കെ ഇറങ്ങി പോയിട്ട് നമുക്ക് പൂവൊക്കെ പറിക്കാം. ഇഷ്ടംപോലെ ഇങ്ങനെ പൂവൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കണേ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പൂവൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കാം കേട്ടോ അവിടെ ചെന്നിട്ട്. അപ്പോൾ എല്ലാവരും പറിച്ചൊക്കെ എടുത്തിട്ട് പിന്നെ അതും കഴിഞ്ഞിട്ട് ഇതാണ് ഊട്ടിപ്പൂവ് ഇങ്ങനെ നിൽക്കണതാ. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുമൊക്കെ പറിച്ച് പിന്നെ ഞങ്ങൾ കയറി പോകുന്നിട്ടാ വേഗം തന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകണമല്ലോ ഞങ്ങൾക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തിട്ട് തിരിച്ച് പോരേണ്ടതല്ലേ. അപ്പം അവിടുന്ന് പോന്നിട്ട് അടുത്ത് ഞങ്ങളിനി പോണ ഒരു വെള്ളച്ചാട്ടം കാണാനാണ്. പക്ഷെ വലിയ ഈ അതിരപ്പള്ളി വാഴച്ചാലൊക്കെ പോകുമ്പോഴുള്ള പോലത്തെ ഒരു വെള്ളച്ചാട്ടമല്ല, അതൊന്നും പ്രതീക്ഷിച്ച് പോകരുത്. ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം,
കുറേ പേര് അതും കാണാനൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഇവിടുത്തെ വേറൊരു സ്പോട്ടായിട്ട്, ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് അവർ പറയുന്നൊരു സ്ഥലം കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് ഇതാ ഞങ്ങൾ പോവാണേ. എന്നിട്ട് ഇനി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിയുമ്പോഴത്തേക്ക് അവിടത്തേയും കഴിഞ്ഞിട്ടോ. ഇനി ഞങ്ങൾ നേരെ പോയിട്ട് ഇനി വണ്ടിയിൽ വന്ന് തിരിച്ച് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങും. അത്രേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു യാത്രയിൽ. അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് ലാസ്റ്റ് ഒരു പോയിൻ്റാണ്. പിന്നെ തിരിച്ച് ഇനി ആ ജീപ്പിൽ തന്നെ വന്ന് നമ്മുടെ വണ്ടി കിടക്കുന്ന അവിടെ കൊണ്ടുവന്ന് അവരാക്കിത്തരും. അവിടുന്ന് പിന്നെ നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് തിരിച്ച് മൂന്നാർ വന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുക കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് അവിടുന്ന് തന്നെ പിന്നെ തിരിച്ച് നേരെ ഇങ്ങോട്ട് വീട്ടിലേക്ക് പോരാണേ. അപ്പോൾ അതാ എനിക്ക് ഭയങ്കര ഒരു ഓർമ്മകൾ തന്ന ഭയങ്കര ഒരു എന്തോ മനസ്സിൻ്റെ ഒരു സങ്കടത്തിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. വരണോ വരണ്ടയോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട്, പക്ഷേ നമുക്ക് വേണ്ടി എല്ലാം ബുക്ക് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ വന്നിട്ട് എന്തോ ഭയങ്കര മനസ്സിലുണ്ടായിരുന്ന ഒരു വിഷമമൊക്കെ മാറി ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ തിരിച്ചു പോകാം കേട്ടോ. ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ വേറെയുള്ള കാര്യത്തിലല്ല, ഒരു മൈൻഡ് നമുക്ക് മാറുമല്ലോ. ഇങ്ങനെ നമ്മൾ നിന്നൊരു ചുറ്റുപാടിൽ നിന്ന് മാറിയിട്ട് ഇതുപോലെ കുറച്ച് കാര്യങ്ങളിലൊക്കെ വന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മൾ മനസ്സിൽ പെട്ടെന്നൊരു സന്തോഷമോ എന്തൊക്കെയോ പോലെയൊക്കെ ഒരു ഉണ്ടാവുമല്ലോ. അങ്ങനെ അപ്പോൾ എനിക്ക് ഈ മൂന്നാർ വന്ന് പോകുമ്പോഴത്തേക്കും എനിക്ക് കിട്ടിയ കുറേ നല്ല ഓർമ്മകളുണ്ട്. അതൊക്കെ ആയിട്ട് ഞങ്ങളിതാ തിരിച്ചു പോവാണ്. ഇനിയും പറ്റിയാൽ വരണം എന്ന് ഭയങ്കര ആഗ്രഹത്തോടെ തന്നെയാട്ടോ പോകുന്നത്. അത്രയ്ക്ക് നല്ല സ്ഥലമാണ്. നമുക്കൊരു ഈ സിറ്റി ലൈഫിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നൊക്കെ മാറിയിട്ട് 1-2 ദിവസം ഒന്ന് സമാധാനമായിട്ടൊക്കെ നിൽക്കാനായിട്ടും ഒരു ഗ്രാമത്തിലെ ജീവിതമൊക്കെ ഒന്ന് ആസ്വദിക്കാനും ഒക്കെ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്